പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് വേഷം മാറിയിട്ട് പുതിയ ദൗത്യത്തിനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദർശിന് കിരണിനോടായിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ നേർവഴിയിൽ നടന്നിട്ടൊന്നും കാര്യമില്ല, വളഞ്ഞ വഴിയിലൂടെ നടന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ആരാണ് ശത്രു എന്നുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ, അല്ലാതെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നൊക്കെ എനിക്ക് കിരണിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് നയനയും പറയുന്നുണ്ട്, അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം ഇങ്ങനെ നടന്നാൽ ശത്രുക്കളെ കണ്ടെത്താൻ കഴിയില്ല. നമ്മളുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ച് നടക്കുകയാണ് ശത്രുക്കളെ. ആ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് കുരുട്ടുബുദ്ധിയൊക്കെ പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കിരണിനോട് സംസാരിച്ച ശേഷം ആദർശം നയനയും നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നയന പറയുന്നുണ്ട്, അമ്പലത്തിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ പൂജയും കഴിക്കണം, ഒരു ദൗത്യത്തിനായിട്ട് നമ്മൾ ഇറങ്ങുകയല്ലേ, അത് നല്ല രീതിയിൽ അവസാനിക്കാനും ഫലം കാണാനും വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നമുക്ക് ചെയ്യണം ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്ക് എന്തായാലും ഇതിൽ വിജയം ഉറപ്പാക്കിയേ പറ്റുകയുള്ളൂ, എന്നിട്ട് ഞാൻ നിരപരാധിയാണ് എന്നുള്ളത് മുത്തശ്ശൻ്റെ മുമ്പിൽ എനിക്ക് തെളിയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിലെത്തുകയാണ്. അവർ അമ്പലത്തിലേക്ക് കയറുന്ന സമയത്താണ് അവർ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ ഇടയാകുന്നത്. ആ ഒരു സമയത്ത് നയന ചിന്തിക്കുന്നുണ്ട്, ആഹാ രാവിലെ തന്നെ മുത്തശ്ശിയും അമ്പലത്തിലെത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആദർശേട്ടന് പോയതിൽ ഇവർക്കും ടെൻഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. മുത്തശ്ശൻ എന്തൊക്കെയോ ഉള്ളിൽ ഉറപ്പിച്ച് വെച്ചിട്ടാണ് പെരുമാറുന്നത്, എന്താണെന്നുള്ളത് തുറന്ന് പറയുന്നുമില്ല. മുത്തശ്ശിക്കും അറിയുന്നില്ലെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് തരുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശനോട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഞാൻ പുതിയ ദൗത്യത്തിനായിട്ട് ഇറങ്ങുകയാണ് ശത്രുക്കളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ മുത്തശ്ശന് മുമ്പിൽ എനിക്ക് തെളിയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ഒന്നും കേൾക്കാത്ത പോലെ ആദർശിനെ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും ആദർശ് സംസാരിക്കാൻ വന്ന സമയത്ത് മുത്തശ്ശിയോടായിട്ട് പറയുകയാണ്, അമ്പലത്തിൽ വന്നാൽ അത് പ്രാർത്ഥിച്ചിട്ട് പോകണം, അല്ലാതെ വഴിയെ പോകുന്നവരോട് സംസാരിക്കുകയല്ല വേണ്ടത്. എനിക്ക് മറ്റാരുടെയും സംസാരം കേൾക്കാനോ ഒന്നിനും താല്പര്യമില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് മുത്തശ്ശിയോട് ആദർശ സങ്കടം പറയുന്നുണ്ട്. മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് മുത്തശ്ശന് മുമ്പിൽ എന്തായാലും ഞാൻ തെളിയിക്കും, മുത്തശ്ശനോട് മുത്തശ്ശിക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മോനെ സങ്കടപ്പെടേണ്ട, മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അത് മോനെ അറിയാലോ, അതുകൊണ്ട് മോനൊരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയകരമായി പൂർത്തിയാവട്ടെ. മുത്തശ്ശിയും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോനക്ക് വേണ്ടിയിട്ട്. മോനും ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് ഇറങ്ങിയത് എന്നുള്ളത് മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ മുത്തശ്ശൻ്റെ കൊച്ചുമകനല്ലേ, അപ്പോൾ ആ വീറും വാശിയും മോൻക്കും ഉണ്ടാവുമല്ലോ, അതോടെ കരുത്തോടെ വിജയിച്ചു വാ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ച് വിടുകയാണ് മുത്തശ്ശി. ഇത് കണ്ടപ്പോൾ നയനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ്റെ ഭാഗത്തു നിന്നും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഊർജ്ജമാവുമായിരുന്നല്ലോ ആദർശേട്ട എന്നൊക്കെ പറയുമ്പോൾ, അത് നമ്മളിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, എന്തായാലും വിജയത്തിലേക്ക് എനിക്ക് എത്തിയേ പറ്റൂ, ഞാൻ ആ തീരുമാനം എടുത്ത് തന്നെ ഇനി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുകയാണ്.